വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ തിരുവചനങ്ങൾ. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു എന്ന വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. ഒപ്പം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് എന്ന വചനവും. ദൈവം അയച്ച ആളാണ് സ്നാപകൻ സംസാരിച്ച ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രമായിരുന്നു. ഈശോയും അങ്ങനെ തന്നെ. ആളുകൾ ശ്രവിച്ചില്ല, അംഗീകരിച്ചില്ല. മറ്റുള്ളവർ എതിർത്തു എന്നതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ വാക്കുകൾ അറിയിക്കുന്നതിൽ നിന്ന് പിന്മാറിയുമില്ല. നാമും യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ദൈവത്താൽ അയക്കപ്പെട്ടവരല്ലേ? നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവത്തിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളുമാണോ? അങ്ങനെയാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഓരോരുത്തർക്കും ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ ജീവനാർത്ഥാവശ്യം ശനികൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും നീക്കും.